പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെന്ന് വിചാരിക്കാം. അതല്ല, ഈവനിങ് ചായ ആകുമ്പോൾ ഒരു കടി വേണമെന്ന് തോന്നിയാലോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ, അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് ഇന്നത്തെ റെസിപ്പി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ്: സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ചായക്കടി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക, ഉപ്പ് എല്ലാവിടേക്കും ആവാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചെടുക്കാറോ. 1/4 കപ്പോളം വെള്ളം വേണ്ടി വന്നു എനിക്ക്. ഒരുപാട് ദോശമാവിൻ്റെ പരുവത്തിലെല്ലാം നമുക്കിതിനെ എടുത്ത് ഇടാനുള്ള പരുവത്തിലാണ് വരേണ്ടത്. കൈകൊണ്ട് ഇടാനുള്ള പരുവം വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായി സ്പൂൺ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ ഉള്ള കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ചുവന്ന് വരും നമ്മുടെ ഈ സ്നാക്ക്. അതുമാത്രമല്ല ഒരു ക്രിസ്പിനെസ്സും ഒക്കെ കൂടും. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മല്ലിയുടെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്താണ്. 1/2 കപ്പല്ല, 1/4 കപ്പോളം തേങ്ങാക്കൊത്തും, 1/2 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, 1/2 കപ്പ് ഒനിയനുമാണ് ഇട്ട് കൊടുത്തത്. ഇതിൽ മുളക് പൊടി സാധാരണ ഇടാറില്ല. മുളക് പൊടിയേക്കാൾ ടേസ്റ്റാണ് പച്ചമുളക് കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഇതെല്ലാം ഓപ്ഷനിലാണ് കേട്ടോ. ഇതിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിടലിയും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കുണ്ടാക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും ഒരുപോലെ ആവാനായിട്ട് നമ്മളതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് നമുക്കിതിനെ അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് വറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വളരെ കുറച്ച് 1/8 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കുക. അപ്പം നമുക്കത് നന്നായിട്ട് ഉള്ളൊന്ന് സോഫ്റ്റായി കിട്ടാനാണ് ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇത് മൈദയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എടുത്തിടാനുള്ള പരുവമായിരിക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് നമ്മൾ നല്ലോണം എണ്ണ ചൂടാവണം. നല്ല ചൂടായിട്ട് ടെമ്പറേച്ചറിൽ തന്നെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ കുറച്ചാൽ മതി. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇതങ്ങനെ കുട്ടി കുട്ടി ബോളുകൾ പോലെ ഇടാം. പരത്തിയിടണ്ട. ഇതിനെ സ്പൂൺ കൊണ്ടാണ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമെങ്കിൽ സ്പൂൺ കൊണ്ടിടാം. അപ്പോൾ പക്ഷേ ഈ ബോൾ പോലെ വരില്ല എന്ന് മാത്രം. സ്പൂൺ കൊണ്ടിട്ടാലും പ്രോബ്ലം ഇല്ല. ഷേപ്പ് ഇത് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഇട്ട് ഉടനെ മറിച്ചിടാൻ നോക്കരുത്. ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം മറിച്ചിടുക. ഇനി അതിനെ നമ്മൾ ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയോ. ചായയുടെ കൂടെ അറിയാതെ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ചായക്കടിക്ക്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഓയിലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഓയിലാവില്ല. നമുക്കിത് ഒരു കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ തുറക്കാം. അത്രയും സോഫ്റ്റാണ്. ഉള്ളിൽ നല്ല നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. കണ്ടോ, തേങ്ങാക്കൊത്തും ഉള്ളി നന്നായി പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത്, ഉള്ളി, ക്യാരറ്റ് എല്ലാം കൂടി ഒരു സൂപ്പർ കോമ്പിനേഷനായിട്ടുണ്ട് ഈ സ്നാക്ക്. ഇതിലും ഈസി ആയിട്ടൊരു സ്നാക്ക് പറ്റുമോ നിങ്ങൾക്ക് ഉണ്ടാക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.